പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കിരണും കല്യാണിയും കൂടി ആദർശിനെ കാണാനായിട്ട് ഗസ്റ്റ് ഹൗസിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ആദർശിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന പേരിൽ ജ്വല്ലറി കടന്ന് കയറിയിട്ടുണ്ടല്ലോ, അവിടുന്ന് ഇൻറ്റീരിയർ ഡിസൈനിങ് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഡേവിഡ് ആരാണ് എന്നത് തൊട്ട് അവരുടെ A to Z കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കും, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ദേവയാനി കാണിക്കുന്നുണ്ട്. ദേവയാനി മുത്തശ്ശനോട് പറയുവാണ്, അവൾ തന്ന കരൾ കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിന്ന് ജീവനോടെ കാണില്ലായിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുവാണ്, അന്ന് നിനക്ക് നയനമോൾ കരൾ തന്നില്ലേ, അതുപോലെ ഒരു ഹൃദയം കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ? കാരണം എൻ്റെ ഹൃദയത്തിന് ഇങ്ങനെ പോയാൽ കേടുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഒരെണ്ണം കരുതി വെച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. കാരണം എല്ലാവരും കൂടി മുത്തശ്ശനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നായിരിക്കും മുത്തശ്ശൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ കാണിക്കുന്നത് നാഗേന്ദ്രനാണ്. നാഗേന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടെ ഡേവിഡിനോട് പറയുവാണ്, ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കി അതുപോലെ വീട്ടിൽ നിന്നും പുറത്തായതോടുകൂടി ആദർശ് ആകെ തളർന്ന് അവശനായി കാണും, മാനസികമായി തളർന്ന് കാണും എന്നിങ്ങനെ പറയുവാണ്. പിന്നെ ആദർശ് രാത്രി കിടക്കുമ്പം ആദർശിന് നെഞ്ചുവേദന പോലെ എന്തൊക്കെയോ ശ്വാസം മുട്ടൽ പോലെയൊക്കെ വന്ന് ആകെ ബുദ്ധിമുട്ടായി ഇങ്ങനെ വിഷമിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. മിക്കവാറും അത് നയന സ്വപ്നം കാണുന്നതായിരിക്കും. കൂടെ ആദർശ് ഇല്ലാത്തത് കൊണ്ടും ആദർശിന് ഇപ്പോൾ ഒരുപാട് ടെൻഷൻസ് ഉള്ളത് കൊണ്ടും രാത്രി വല്ല ശ്വാസം മുട്ടലും വന്നാലോ എന്നോർത്ത് നയന സ്വപ്നം കാണുന്നതാവാം. അതുകൊണ്ടായിരിക്കാം നയന പിറ്റേ ദിവസം ആദർശിൻ്റെ അടുത്തേക്ക് പോയേക്കാം എന്ന് തീരുമാനിക്കുന്നത്. ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.